വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും ഒരു ഓണക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ അത്തം നാൾ തുടങ്ങി തിരുവോണം വരെ 10 ദിവസങ്ങളിലായിട്ടാണ് ഓണാഘോഷം നടക്കുന്നത്. നീതിമാനായ മഹാബലി രാജാവ് തൻ്റെ പ്രജകളെ കാണാൻ വർഷാവർഷം കേരളത്തിലേക്ക് എത്തുന്നതിൻ്റെ ഓർമ്മയായിട്ടാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് ഓണം. കേരളത്തിൻ്റെ ദേശീയവും സാംസ്കാരികപരമായ ഉത്സവമായിട്ടാണ് ഓണം കണക്കാക്കപ്പെടുന്നത്. ഓണത്തിൻ്റെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് പൂക്കളം. അത്തം നാൾ തുടങ്ങി തിരുവോണം വരെ വീടുകളിൽ വിവിധ തരത്തിലുള്ള പൂക്കളങ്ങൾ ഒരുക്കാറുണ്ട്. ഈ വർഷത്തെ ഞങ്ങളുടെ പൂക്കള ഡിസൈനാണ് ഇത്. ഓണം വിളവെടുപ്പിൻ്റെയും കൂടെ ഉത്സവം കൂടിയാണ്. അതിനാൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉത്സവമായി ഓണം ആഘോഷിക്കപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതി മത ഭേദമന്യേ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ അത്തം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണനാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. മനോഹരമായ പൂക്കളം ഒരുക്കുക, പുതുവസ്ത്രങ്ങൾ അണിയുക, ഊഞ്ഞാലാടുക, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുക, വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുക, കാഴ്ചക്കുല സമർപ്പണം, തിരുവോണവിളക്ക് തുടങ്ങിയവ ഓണത്തിൻ്റെ ചില ചടങ്ങുകളാണ്. പ്രാദേശികമായി ധാരാളം കലാകായിക മത്സരങ്ങളും വിനോദങ്ങളും ഓണവുമായി ബന്ധപ്പെട്ട് നടത്താറുണ്ട്. പുലികളി, വള്ളംകളി, കുമ്മാട്ടിക്കളി, അത്തച്ചമയം, കൈകൊട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിര, ഓണപ്പാട്ടുകൾ, വടംവലി, സുന്ദരിക്കൊരു പൊട്ടുതൊടൽ, ഉറിയടി തുടങ്ങിയവയൊക്കെ അവയിൽ ചിലതാണ്. വീട്ടിൽ തന്നെയുള്ള പൂക്കളൊക്കെ ശേഖരിച്ച് ചെറിയൊരു പൂക്കളം തയ്യാറാക്കിയെടുക്കാം. പൂക്കളും കളറുള്ള ഇലകളും ഉപയോഗിച്ചാണ് ഈ വർഷത്തെ പൂക്കളം തയ്യാറാക്കുന്നത്. ഇലകൾ ചെറുതായിട്ട് കത്രിക വെച്ച് അരിഞ്ഞെടുക്കാം. ഇനി ഓരോ കോളത്തിനും അനുസരിച്ച് പൂക്കളും ഇലകളും ഇട്ട് കൊടുക്കാം. ഓണത്തിലെ പ്രധാന ആഘോഷത്തിൽപ്പെട്ടതാണ് ഓണപ്പൂക്കളം. തിരുവോണ ദിവസം വരുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കുന്നതിന് അത്തം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. അത്തം പത്തോണം എന്ന ചൊല്ല് മുറ്റത്ത് തറയുണ്ടാക്കി ചാണകം മെഴുകി പൂക്കളം ഒരുക്കുന്നു. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതലാണ് പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത്. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിര പൂ മാത്രമേ പാടുള്ളൂ. ചുവന്ന പൂവിടാൻ പാടില്ല. രണ്ടാം ദിവസം 2 ഇനം പൂക്കൾ, മൂന്നാം ദിവസം 3 ഇനം പൂക്കൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. ചോതി നാൾ മുതൽ ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. ഉത്രാട നാളുകളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത്. മൂലം നാളിൽ പൂക്കളം ചതുരാകൃതിയിലാണ് ഒരുക്കേണ്ടത്. പൂക്കളത്തിൽ മഹാബലി, ഓണത്തപ്പൻ എന്നിവരും സ്ഥാനം പിടിക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഈ വർഷം ഞാൻ പൂക്കളം ഒരുക്കിയിരിക്കുന്നത്.
ഞാൻ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് കത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ചെറിയ പൂക്കള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.